പുഷ്പ 2 പ്രീമിയം ഷോയ്ക്കിടെയുണ്ടായ ദുരന്തത്തിൽ കേസെടുത്തതിൽ നിയമോപദേശം തേടി നടൻ അല്ലു അർജുൻ. അല്ലു അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ കരുതിക്കൂട്ടി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേസെടുക്കുമെന്നുള്ള വാർത്ത വന്നത്. ശ്രീധരൻ, പൊതുവെ അല്ലു അർജുനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും വിമർശനവും തർക്കവും ഒക്കെ ഉയരുന്നുണ്ട്. എന്തായാലും കേസെടുത്തു. ഇപ്പോൾ അല്ലു അർജുന്റെ നീക്കം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ഇതിപ്പോൾ ഈ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള മൈത്രി ഹൗസിന്റെ ഫിലിം ഹൗസിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. ഏതായാലും കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ നിയമോപദേശം തേടും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലു അർജുന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം ഈ കുടുംബവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരസ്യമാക്കാനാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മരിച്ച രേവതിയുടെ ഭർത്താവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അല്ലു അർജുന്റെ സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതെന്നാണ് ഹൈദരാബാദ് DCP ഇന്നലെ പ്രതികരിച്ചത്. അതായത് അവർ അല്ലു അർജുൻ വന്നിറങ്ങിയപ്പോൾ അവിടെ ഉന്തും തള്ളുമുണ്ടാക്കി ഒരു തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് സ്വകാര്യ സുരക്ഷാ ജീവനക്കാരുടെ നടപടിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ തിയേറ്റർ മാനേജ്മെന്റ് അതുപോലെ തന്നെ ഈ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ അല്ലു അർജുൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ നിയമോപദേശം തേടി മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലു അർജുന്റെയും അതുപോലെ തന്നെ സിനിമയുടെ നിർമ്മാതാക്കളുടെയും ഒക്കെ തീരുമാനം. ശ്രീധരൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അല്ലുവിനെതിരെ നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കുറ്റം നിലനിൽക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഇതിൽ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ചില രസകരമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ സാധാരണ ഈ സെലിബ്രിറ്റികൾക്കെതിരെയൊക്കെ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊരു വഴിപാട് പോലെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകാറുണ്ട്. ഇത് അതുപോലെ ആകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സിനിമാ പ്രേമികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അല്ലു അർജുൻ താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നുള്ള വാദം തന്നെ ഉന്നയിക്കാനാണ് സാധ്യത. പക്ഷെ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് അല്ലു അർജുന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു തിയേറ്റർ വിസിറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു വലിയ താരമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനങ്ങൾ പോലീസ് ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നടപടി ഈ സിനിമാ നിർമ്മാതാക്കളുടെയോ തിയേറ്റർ മാനേജ്മെന്റിന്റെയോ അല്ലു അർജുന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരം വലിയ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും. സാധാരണ FIR രജിസ്റ്റർ ചെയ്ത് അത് മരവിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും പോവില്ല എന്ന് തന്നെയാണ് ഹൈദരാബാദ് പോലീസ് നിലവിൽ അറിയിക്കുന്നത്.